ഓം ശ്രീനാരായണ പരമഗുരവേ നമ. സുപ്രഭാതം. 1624 ദിവസമായ ഇന്ന് 2025 ഒക്ടോബർ മാസം 25 ശനിയാഴ്ച, 1201 ആണ്ട് തുലാമാസം 8 ഗുരുവചനങ്ങളിലൂടെ. മറ്റാരുടെയും സഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയൊക്കെ സ്വയം സാധിക്കും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരിൽ എന്ന പുസ്തകത്തിൽ ഗുരുവും ശിഷ്യനും എന്ന് വിവരിക്കുന്നതിൻ്റെ 28 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബ്രഹ്മചാരി സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് അടുത്തുള്ള പുഴയിലോ കുളത്തിലോ പോയി കുളിക്കുന്നു. അതിനുശേഷം ഗുരു ഉണരുന്നതും കാത്ത് സേവന സന്നദ്ധനായി നിൽക്കുകയായി. അവൻ്റെ സ്വഭാവ വിശേഷങ്ങൾക്ക് അനുയോജ്യമായ തരത്തിലുള്ള സേവനമായിരിക്കും അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സേവനമാകാം. ഭിക്ഷാടനവും വിലക്കപ്പെട്ടിട്ടില്ല. ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിടത്തോളം മാത്രമേ അതാകാവൂ എന്ന് മാത്രം. മറ്റാർക്കെങ്കിലും കിട്ടേണ്ട വിഹിതം കൈക്കൊള്ളാനും പാടില്ല. മഹാഭാരതത്തിൽ ഗുരുവിൻ്റെ ഉഗ്രമായ താക്കീതിന് വിധേയനാകുന്ന ഉപമന്യു എന്ന മുനികുമാരൻ്റെ കഥ ഇത് വ്യക്തമാക്കുന്നുണ്ട്. പാരസ്പര്യം സുദൃഢമാകുന്നതുവരെ പലതരത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങൾക്കും ശിഷ്യനെ ഗുരു വിധേയനാക്കാറുണ്ട്. ഈ ഗുരുശിഷ്യ പാരസ്പര്യത്തിലൂടെ നടക്കുന്നത് ഉള്ളിലിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ പ്രക്രിയയാണ്. കൊള്ളാനും കൊടുക്കാനുമുള്ള പൂർണ്ണ മനസ്സ് ഓരോ വശത്തു നിന്ന് വന്ന് പരസ്പരം അംഗീകരിക്കുന്ന ഒരു പാരസ്പര്യമില്ലെങ്കിൽ ഈ പ്രക്രിയ അസാധ്യമായി തീരുന്നു. ഇത്തരത്തിലുള്ളതാണ് പരമ്പരാഗതമായ രീതി. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം